ചേതന FM 90.8 ഇനി കേൾക്കാം ഫേസ് ടു ഫേസ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ അജന. സാങ്കേതിക സഹായം ആൽബിൻ വർഗീസ് ടിനു. നമസ്കാരം. ചേതന FM 90.8 എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ഇന്ന് ഫേസ് ടു ഫേസിൽ കൂടെയുള്ളത് ഞാൻ RJ അജനയാണ്. എന്നോടൊപ്പം ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടിയുണ്ട്. എഴുത്തുകാരനും അതിനോടൊപ്പം തന്നെ ഒരു IT പ്രൊഫഷണൽ കൂടിയായിട്ടുള്ള സബിൻ സക്കറിയാണ് ഇന്ന് എന്നോടൊപ്പം കൂടെയുള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തത് തന്നെ IT പ്രൊഫഷണൽ, അതോടൊപ്പം തന്നെ ഒരു എഴുത്തുകാരൻ എന്ന് കൂടിയാണ് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തത്. അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് മേഖലയും താല്പര്യത്തോടെ വന്നതാണോ ഈ രണ്ട് മേഖലയിലേക്ക്? സത്യത്തിൽ ഞാൻ IT മേഖലയിലേക്ക് വരുന്നതിന് ഒരുപാട് മുമ്പ് തന്നെ എഴുതുമായിരുന്നു. ഇപ്പോൾ ഞാനൊരു ഫ്രീലാൻസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എഴുത്തിനും യാത്രകൾക്കും സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് വലിയ തിരക്കുള്ള പ്രോജക്റ്റ് ഒന്നും ഞാൻ എടുക്കാറില്ല. പിന്നെ ജോലി കൃത്യമായിട്ട് മാനേജ് ചെയ്ത് ബാക്കിയുള്ള പൂർണ്ണമായിട്ടുള്ള സമയം എഴുത്തിനും യാത്രകൾക്കും വേണ്ടി മാറ്റിവെക്കുകയാണ് പതിവ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മൾട്ടി ടാസ്കിംഗ് ആണ്. ജോലിയോടൊപ്പം തന്നെ എഴുത്തും പാഷനായിട്ട് എഴുത്തും കൂടെ കൂട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ബുക്കാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നതല്ലേ? ബുക്കിന്റെ പേരെന്താണ്? ബുക്കിന്റെ പേര് ഹൃദയത്തിൽ വേരൂന്നി പോയവർ എന്നാണ് ബുക്കിന്റെ പേര്. അതിന്റെ തീം ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എന്താണ്? ഇതൊരു നോവലോ കഥയോ അല്ല. ഇതൊരു യാത്ര പോയപ്പം ഞാൻ ആ യാത്രയിൽ കണ്ടുമുട്ടിയ ഒരു 14 വ്യത്യസ്തരായ മനുഷ്യരുടെ കഥയാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങളും അവരുടെ കഷ്ടങ്ങളും ഒക്കെ വിഷമങ്ങളും ഒക്കെ ഞാൻ എഴുതിയതാണ് ഈ ബുക്ക്. ഓക്കെ, അപ്പോൾ യാത്ര പോയപ്പോൾ കണ്ട ഒരു അനുഭവമാണെന്ന് പറഞ്ഞു. റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ്. അപ്പോൾ എഴുത്തുകാരൻ എന്ന നിലയിൽ ഒരു 60% റിയലും ബാക്കി നമ്മുടെ ഭാവനകളും ചേർത്തിട്ടാണല്ലോ ഒരു കഥ പൂർണ്ണമാക്കുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും അവരുടെ പച്ചയായ ജീവിതം എന്ന് പറയാൻ കഴിയില്ല, എങ്കിലും ഇതിന്റെ ഒരു 60% റിയൽ ലൈഫ് ഇൻസിഡൻസ് ആണ്. ഓക്കെ, അപ്പോൾ യാത്രകളൊക്കെ ഇഷ്ടമാണോ? ഒരുപാട് യാത്രകളാണോ എഴുതാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്? അതെ, തീർച്ചയായിട്ടും യാത്രകളാണ്. ഒരുപാട് യാത്ര ചെയ്യാറുണ്ട്. ആ യാത്രയിൽ കണ്ടുമുട്ടുന്ന മനുഷ്യരെ പറ്റി നമ്മൾ സാധാരണ ശ്രദ്ധിക്കാത്ത ചില മനുഷ്യരുണ്ടല്ലോ, അപ്പോൾ അവരെ കണ്ടുമുട്ടി അവരുടെ കാര്യങ്ങളൊക്കെ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, സബിൻ, വീട്ടിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വീട്ടിൽ പപ്പയുണ്ട്, മമ്മിയുണ്ട്, അതോടൊപ്പം എൻ്റെ അനിയനുണ്ട്, പിന്നെ എൻ്റെ വൈഫും എൻ്റെ മോനും ഉണ്ട്. പുറത്താണ് വൈഫ് ജോലി ചെയ്യുന്നത്. ഇപ്പം മോനും ഞാനും പപ്പയും മമ്മിയും. ഓക്കെ, അപ്പോൾ ഇതുപോലെ എഴുത്തിന്റെ മേഖലയും IT പ്രൊഫഷണൽ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ട് ഇതിന് എങ്ങനെയാണ്? ഫുൾ സപ്പോർട്ടാണോ? അതെ, ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ യാത്രകൾ ചെയ്യുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ വൈഫ് അല്ലെങ്കിൽ മക്കള്, പാരന്റ്സ്, അങ്ങനെ ആരെങ്കിലുമൊക്കെ ഈ യാത്രകളിൽ കൂടാറുണ്ടോ? യാത്രകളിൽ വൈഫുള്ള സമയത്ത് വൈഫ് കൂടാറുണ്ട്. എങ്കിലും ഒറ്റയ്ക്ക് യാത്ര പോകുമ്പോഴാണ് നമുക്ക് ഇച്ചിരി കൂടെ ഒരു ആഴത്തിൽ എഴുതാനൊരു പൊതുവെ അന്തരീക്ഷം, നമുക്ക് സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷം വേണമല്ലോ. അപ്പം എഴുത്തിന്റെ ആവശ്യത്തിനായിട്ട് ഞാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തനിയാണ് യാത്ര ചെയ്യാറുള്ളത്. അപ്പോൾ എഴുത്തിന് വേണ്ടിയിട്ട് മാത്രം പ്രത്യേകം ഒരു യാത്ര തന്നെ നടത്താറുണ്ടല്ലേ? അപ്പോൾ എനിക്കൊരു സംശയമായിരുന്നു, സബിനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ എഴുത്തുകാർക്ക് ഈ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം വേണം എന്നാണ് നമ്മൾ പല എഴുത്തുകാരുമായിട്ടും നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, അല്ലെങ്കിൽ പല ഇന്റർവ്യൂസ് നമ്മൾ കാണുമ്പോഴും അത് കാണാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സബിൻ, അങ്ങനെ തന്നെയാണോ? അതും ഈ IT ഫീൽഡ് എന്ന് പറയുമ്പോൾ തികച്ചും ഈ ഒരു ഹെക്ടിക് ആയിട്ടുള്ളൊരു ലൈഫായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ലൈഫിൽ നിന്ന് ഈ ഒരു പീസ് ആൻഡ് കാംഫുൾ ആയിട്ടുള്ള ഇത് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ഫ്രീലാൻസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് സമയത്തിന്റെ നല്ലൊരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഓഫീസ് ടൈമിന്റെ ഒരു കഠിനമായ തിരക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. പിന്നെ എനിക്ക് ആകെ സമാധാനമായിട്ട് എഴുതാൻ പറ്റിയ അന്തരീക്ഷം യാത്ര ചെയ്യുമ്പോഴാണ്. യാത്ര ചെയ്യുന്ന കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ കൂടുതലും എഴുതാറുള്ളത്. അങ്ങനെ ഒരു യാത്രയിൽ എഴുതി പൂർണ്ണമാക്കിയ ബുക്കാണ് എൻ്റെ ഈ പുതിയ ബുക്ക്, ഹൃദയത്തിൽ വേരൂന്നിയവർ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ നല്ലൊരു ഓൾ ദി ബെസ്റ്റ് അറിയിക്കുകയാണ്. എന്തായാലും ബുക്ക് നല്ല വിജയമായിരിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ പുതിയ കുറച്ച് ആൾക്കാരൊക്കെ, പുതിയ എഴുത്തുകാരുണ്ട്, അതിനേക്കാൾ ഉപരി പഴയ എഴുത്തുകാർ ഒരുപാടുണ്ട്. അപ്പോൾ ഈ രണ്ട് എഴുത്തുകാരെ തമ്മിലും അല്ലെങ്കിൽ രണ്ട് ബുക്കുകൾ തമ്മിലും താരതമ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടോ? ഏതാണ് നല്ലതെന്നാണ് തോന്നിയിട്ടുള്ളത്? അതായത് പുതിയ എഴുത്തുകാരുടെ വർക്കുകളാണോ കുറച്ചുകൂടി സബിന് കംഫർട്ടബിൾ എന്നാണ്? അത് ഓരോരുത്തരുടെ ഓരോ ടേസ്റ്റ് ഉണ്ടല്ലോ. ഇപ്പം ചില ആൾക്കാർക്ക് എഴുതുന്ന ബുക്കുകൾ വായിച്ചാൽ ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ മറ്റു ചിലർക്ക്
ആ ബുക്കുകൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പലർക്കും പല രീതിയിലുള്ള ഇഷ്ടങ്ങളാണ്. അപ്പം എന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പഴയ ആൾക്കാരുടെ ഇഷ്ടപ്പെടാറുണ്ട്, പുതിയ ആൾക്കാരുടെ ഇഷ്ടപ്പെടാറുണ്ട്. പക്ഷെ അത് എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ബുക്കാണെങ്കിൽ മാത്രം അതിനെ ചൂസ് ചെയ്യാറുണ്ടല്ലേ? ചൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് മുതലാണ് ഈ എഴുത്തെന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിലേക്ക് ആ ഒരു താല്പര്യം വന്നു തുടങ്ങിയത്? പണ്ട് മുതലേ ഞാൻ വായിക്കുമായിരുന്നു, പുസ്തകങ്ങൾ നല്ലോണം വായിക്കുമായിരുന്നു. അപ്പം അന്ന് മുതലേ എൻ്റെ മനസ്സിൽ ഒരു ബുക്ക് എനിക്ക് എഴുതണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ കുറച്ച് ജീവിതത്തിൻ്റെ തിരക്കുകളൊക്കെ കാരണം കുറച്ച് വൈകിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പം ഇത്രയും ലേറ്റായത് ബുക്ക് ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ സബിൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുസ്തകങ്ങളിലൂടെയാണ് നമ്മൾ ഇതുവരെയും കടന്നു വന്നുകൊണ്ടിരുന്നത്, സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വീണ്ടും അതിലേക്ക് തന്നെ കടക്കുകയാണെന്നുണ്ടെങ്കിൽ പുസ്തകം എഴുതാനായിട്ട് പ്രത്യേകിച്ച് സ്വാധീനം ചെലുത്തിയ ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ ഇൻസിഡൻസോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ നടത്തിയ യാത്രകളിൽ ആ 14 മനുഷ്യരും അവരുടെ ജീവിത സാഹചര്യമാണ് ഞാൻ ഈ പുസ്തകത്തിന് പിന്നിൽ എഴുതിയിരിക്കുന്നത്. അവരുടെ പച്ചയായ അനുഭവങ്ങളും ജീവിതങ്ങളും കണ്ടപ്പോഴാണ് ഈ പുസ്തകത്തിലേക്ക് വഴിമാറിയത്. ആ മനുഷ്യരുടെ മുഖങ്ങളും അവരുടെ അതിലെനിക്കുണ്ടായ യാത്രാനുഭവങ്ങളും തന്നെയാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ഒരു ഡൗട്ടായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഇനി സബിനോട് ഞാൻ ചോദിക്കാനായിട്ട് പോകുന്നത്. അതായത് ഈ പുസ്തകം എഴുതുമ്പോൾ അതിൽ ഗ്രാമർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? അതോ ഇനിയിപ്പോൾ സബിൻ ഇപ്പോൾ എഴുതി പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ബുക്കിൽ ഗ്രാമർ വെച്ചിട്ടാണോ, അതോ ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഉള്ളൊരു ലാംഗ്വേജ് ആണോ, അതോ ഗ്രാമറിനാണോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്? തീർച്ചയായിട്ടും സിമ്പിളായിട്ടുള്ള ഭാഷ തന്നെയാണ് ആളുകളുടെ ഹൃദയത്തിലേക്ക് വേഗം എത്തുന്നത്. പിന്നെ വ്യാകരണങ്ങളും കഠിനമായ സാഹിത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ. പക്ഷേ നമ്മൾ എഴുതുന്ന ബുക്ക് വായനക്കാർക്ക് അത് ഒരു ഡിക്ഷണറിയുടെ സഹായത്തോടെ കണ്ടുപിടിക്കുന്ന ഒരു അവസ്ഥ വരരുത് അതിൻ്റെ അർത്ഥങ്ങൾ. അപ്പം തീർച്ചയായിട്ടും സാധാരണക്കാരൻ്റെ ഭാഷയിൽ അവരുടെ ഉപകാരങ്ങളെ തൊട്ടറിയുന്ന രീതിയിൽ എഴുതുമ്പോഴാണ് ഒരു പുസ്തകം കൂടുതൽ ആളുകളിലേക്ക് പടരുന്നത്. ഞാനും വളരെ ലളിതമായ ശൈലിയിലാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. ഗ്രാമറിന് അത്ര വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. അല്ല, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള സാഹിത്യം മാത്രമേ നറേഷൻസും ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് വിശേഷങ്ങളൊക്കെ അറിയാനുണ്ട്. അതിന് മുന്നേ വീണ്ടും വീട്ടിലേക്ക് വരുമ്പോൾ മക്കളൊക്കെ എന്ത് ചെയ്യാണ്? ഒരു മോനാണ് എനിക്കുള്ളത്, 4 വയസ്സ്. ഇവിടെ ബദനി സ്കൂളിൽ പഠിക്കുന്നു, LKG. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ എഴുത്തിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം എത്ര യാത്രകളായിരിക്കും? അതിൻ്റെ ഒരു ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാറുണ്ടോ, അതോ ഈ അടുത്താണോ പുസ്തകം എഴുതാൻ വേണ്ടിയിട്ടാണോ യാത്രകളൊക്കെ തുടങ്ങിയത്? അല്ല, തീർച്ചയായിട്ടും യാത്രകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പം തുടങ്ങിയതല്ല യാത്രകൾ. പണ്ട് മുതലേ സമയം കിട്ടുമ്പോഴൊക്കെ ചെറുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജ് ടൈം മുതൽ യാത്രകളൊക്കെ പോകാറുണ്ട്. ഇപ്പം യാത്രകൾ ഇപ്പോൾ കൂടിയിട്ടേ ഉള്ളൂ. യാത്രകളാണ് നമ്മുടെ എഴുതാനുള്ള അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ യാത്രകൾ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ട് പോലെ തന്നെ യാത്രകൾ എപ്പോഴും സമയം കണ്ടെത്താറുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ പുതിയ പുസ്തകം പബ്ലിഷ് ചെയ്യാനായിട്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇനി അടുത്ത പുസ്തകം എഴുതുന്ന എന്തെങ്കിലും ഒരു ഐഡിയ മനസ്സിലുണ്ടോ? അടുത്ത പുസ്തകം എഴുതാനായിട്ട് ഒരു ത്രെഡ് മനസ്സിൽ വന്നിട്ടുണ്ട്, പക്ഷെ അത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ല. ഇതിൻ്റെ ഈ തിരക്കുകളൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം വേണം അതിന് ഒന്ന് എഴുതാനായിട്ടിരിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ ആദ്യം ഞാൻ പുസ്തകത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 14 മനുഷ്യരുടെ കഥകളാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് തരത്തിലുള്ള മനുഷ്യരാണ്? ഓരോ സ്ഥലത്ത് പോയിട്ടും ആ ഒരു സ്ഥലത്ത് താമസിക്കുന്ന മനുഷ്യരുടെ ആണോ, അതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും? ഈ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ വഴിയരികിൽ പല ആൾക്കാരെയും പരിചയപ്പെടാറുണ്ട്. അത് ചിലപ്പോൾ നമ്മളൊരു ചായ കുടിക്കാൻ കയറുമ്പം ചായക്കടയിൽ അല്ലെങ്കിൽ അതിന് പരിസരത്തുള്ള ആളായിരിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ യാത്ര തുടരുമ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്തെ ആളുടെ കഥയുണ്ടാവും. അതിനുശേഷം വഴിയിൽ കണ്ടുമുട്ടുന്ന പല ആൾക്കാരുടെയും എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ച ഒരു 14 മനുഷ്യരുടെ കഥയാണിത്. ഇതിൽ അച്ഛനും അമ്മയും ഉപേക്ഷിക്കപ്പെട്ട മക്കളുടെ കഥയുണ്ട്. അതുപോലെ പ്രവാസി ജീവിതത്തിൻ്റെ ഒരു അമ്മയുടെ ഒരു കഥയുണ്ട്. അതേപോലെ വയ്യാണ്ടായ ഒരു മകളെ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലും മകൻ മരിച്ചുപോയ അച്ഛൻ മകനെ കാത്തിരിക്കുന്നതും അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുടെ കഥ ഇതിനകത്ത്. ഓരോ മനുഷ്യരുടെയും അവരുടെ റിയൽ ലൈഫ് സ്റ്റോറീസ് ഇതിൻ്റെ അകത്തുണ്ടല്ലേ? ഇങ്ങനെ 14 കാറ്റഗറിയിലുള്ള മനുഷ്യരുടെ
കഥകളാണിത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പുസ്തകത്തെ കുറിച്ചൊക്കെ അറിയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ സബിൻ ഇപ്പോൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മൾട്ടി ടാസ്കിങ് ആണല്ലേ. ജോലിയോടൊപ്പം തന്നെ ഇതുപോലെ എഴുത്തും അതിനോടൊപ്പം തന്നെ പാഷനായിട്ട് കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ജോലി സ്ഥലത്ത് എങ്ങനെയാണ് ഇപ്പോൾ ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു, എന്നിരുന്നാൽ കൂടിയും ഫ്രണ്ട് സർക്കിളൊക്കെ കാണുമല്ലോ, അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ഈ ഒരു ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുമ്പോൾ എനിക്ക് പൊതുവെ അങ്ങനെ ഫ്രണ്ട് സർക്കിൾ ഇല്ല. അധികം ഫ്രണ്ട് സർക്കിൾ ഇല്ലാത്തൊരു ആളാണ് ഞാൻ. ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ഫ്രണ്ട്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ 1-2 ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അല്ലാതെ എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്യും, കാണും, സംസാരിക്കും. ഒരു കീപ്പിംഗ് ടച്ച് മൈൻഡൊന്നും ഇല്ലാത്തൊരു ആളാണ് ഞാൻ. പൊതുവെ എന്താണെന്നറിയില്ല, ഫ്രണ്ട്സ് എനിക്ക് അധികം ഇല്ല, കുറവാണ്. അപ്പോൾ സബിൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വിശേഷങ്ങളിലേക്കൊക്കെ നമ്മളിങ്ങനെ കടന്നു വന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് ഒന്നും അധികം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊക്കെ ആണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ ലൈഫിലൊരു ഫ്രണ്ട് ഉണ്ടായിരിക്കും. അതായത് അധികം ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ പോലും ആരെങ്കിലും ഒരാൾ നമുക്ക് ഉണ്ടായിരിക്കും. അതായത് എന്തുണ്ടെങ്കിലും ഓടിച്ചെന്ന് പറയാൻ സാധിക്കുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും അതെന്റെ ഭാര്യ തന്നെയാണ്. ഞാനും വൈഫും ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ വൈഫിനോട് ഷെയർ ചെയ്യാറുണ്ട്, വൈഫ് തിരിച്ചും ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഈ ബുക്ക് എനിക്ക് എഴുതാൻ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തതും എനിക്ക് എഴുതാനായിട്ട് യാത്ര പുറപ്പെടാനായിട്ട് എന്നെ ഇത് ചെയ്തതെല്ലാം എൻ്റെ ഭാര്യ തന്നെയാണ്. ഞാൻ എൻ്റെ ഈ ബുക്കിനകത്ത് അത് വളരെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഫ്രണ്ട് എന്ന് പറയാനായിട്ട് എൻ്റെ വൈഫ് മാത്രമേ ഉള്ളൂ. അത്ര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്. അല്ലാതെ അങ്ങനെ ഒരു ഫ്രണ്ട് സർക്കിൾ അല്ലാതില്ല, വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരുടെയും ലൈഫിൽ ഇപ്പോൾ ഫ്രണ്ട് തന്നെ ആവണം എന്നില്ല. ബെസ്റ്റ് പാർട്ട്ണർ എന്നതിനേക്കാൾ ഉപരി ബെസ്റ്റ് ഫ്രണ്ട് എന്ന് കൂടി പറയുമ്പോൾ പാർട്ട്ണറിൽ തന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും അത് സബിനുണ്ട്. അപ്പൊ എന്തായാലും വളരെ ഭാഗ്യം ചെയ്ത ഒരാളാണെന്ന് തന്നെ ഞാൻ പറയും കേട്ടോ. അപ്പൊ എന്തായാലും വീണ്ടും നമ്മൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഭാര്യയുടെ പേര് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. എന്താണ് ഭാര്യയുടെ പേരെന്താണ്? വൈഫിന്റെ പേര് അൻസു തങ്കം എന്നാണ്. അൻസു തങ്കം. ഓക്കെ, അപ്പൊ എന്തായാലും ഭാര്യയോടൊക്കെ അന്വേഷണം അറിയിക്കണം. അതോടൊപ്പം തന്നെ വീണ്ടും എഴുത്തിലേക്ക് തിരികെ എത്തുമ്പോഴത്തേക്കും വീണ്ടും എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ യുവതലമുറ ഒരുപാട് എഴുതാൻ ആഗ്രഹിക്കുന്ന, ഒരു പുസ്തകം എഴുതിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് യുവതലമുറയിലെ യുവാക്കളും യുവതികളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അവരോട് എന്താണ് സബിന് പറയാനുള്ളത്? ഒരേ ഒരു കാര്യമുള്ളൂ, എഴുതുക. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ആദ്യത്തെ തവണ ഒരു മികച്ച കൃതി ജനിക്കണമെന്നൊന്നുമില്ല. ദിവസം ഡയറി എഴുതുകയോ അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന ചിന്തകൾ കുറിച്ചിടുകയോ ഒക്കെ ചെയ്യണം. അതോടൊപ്പം തന്നെ വായിക്കണം. നമ്മുടെ എത്രത്തോളം വായിക്കുന്നോ അത്രത്തോളം നമ്മുടെ എഴുത്തും മെച്ചപ്പെടും. അപ്പം എനിക്ക് പറയാനുള്ളത് തോറ്റുപോകാതെ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുക എന്നാണ്. അതെ, എന്തുണ്ടെങ്കിലും എഴുതി അവസാനം നമ്മളൊരു ബുക്ക് എഴുതാനുള്ള ഒരു കാലിബറിലേക്ക് എത്തുമല്ലേ? തീർച്ചയായിട്ടും വായനയും വേണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും നേരം ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. ഇതിനിടയിൽ ഞാനൊരു കാര്യം, എനിക്ക് പേഴ്സണലി അറിയാനുള്ള ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ. അതായത് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ പുസ്തകമൊക്കെ എഴുതി, പിന്നെ ഇത് എങ്ങനെയാണ് ഒരു പബ്ലിഷിംഗ് സ്റ്റേജിലേക്ക് എത്തിയത്? ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഏതെങ്കിലും നല്ല പബ്ലിഷറിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ. ഇതിന് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രൂഫ് റീഡിങ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ബുക്ക് ഞാൻ റൈറ്ററായിട്ടുള്ള ദിവ്യ വേലായുധൻ എന്ന് പറയുന്ന മാമുണ്ട്. മാമിൻ്റെ തന്നെയുള്ള ഒരു ദിവ്യ വേർഡ്സ് എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷനാണ്. അതിലാണ് ഞാൻ എൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ മാമിനോട് സംസാരിക്കുകയും മാമിന് അത് അയച്ചു കൊടുക്കുകയും അതിനുശേഷം പ്രൂഫ് റീഡിംഗ് ഒക്കെ കഴിഞ്ഞ് അതുവഴിയാണ് പബ്ലിഷ് ചെയ്തത് ഞാൻ. ഓക്കെ, അപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു പബ്ലിക്കേഷൻ്റെ ടൈമിൽ ഇതുപോലെ പേഴ്സണലി സഹായിച്ച് അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് ആയിട്ട് നിന്നൊരു സമയത്ത് ആരെങ്കിലുമൊക്കെ സഹായിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? ഞാൻ ഈ ബുക്ക് എഴുതുന്ന കാര്യം എനിക്കും എൻ്റെ വൈഫിനും മാത്രമേ അറിയത്തുള്ളായിരുന്നു. തികച്ചും എന്താണ് ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യം കൂടി ആയിരുന്നു എഴുത്തല്ലേ? അതെ, അപ്പം എഴുതി പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് പബ്ലിഷ് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള നോക്കിയത്. അങ്ങനെ കുറേ പബ്ലിക്കേഷൻസിൻ്റെ ഒക്കെ നോക്കി. അങ്ങനെ എനിക്ക് അതിനകത്ത് ഒരു ബെറ്റർ ആയിട്ട് തോന്നിയ അത് ചില ഇൻസ്റ്റാഗ്രാം സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചതിന് ശേഷം നല്ലൊരു പബ്ലിക്കേഷനെ സെലക്ട് ചെയ്തു. അപ്പം നമ്മുടെ ദിവ്യ വേർഡ്സ് എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷനാണ് നല്ലതെന്ന് തോന്നി എൻ്റെ ഇതിൽ. അപ്പോൾ അങ്ങനെ ഞാൻ അതുവഴി പബ്ലിഷ് ചെയ്യാനാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് എഴുത്തുകളൊക്കെയും ഇനി ഒരുപാട് ബുക്കുകളൊക്കെയും എഴുതാനായിട്ട് സാധിക്കട്ടെ എന്ന് ഇപ്പോഴേ ആശംസിക്കുകയാണ് കേട്ടോ. ഇതുപോലെ വേറൊരു കാര്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ സബിൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ്, നമ്മുടെ ചേതന FM-നാണ് അത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ, ഒരുപാട് നല്ല പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ. ഇപ്പോൾ എഴുതിയിട്ടുള്ള ഈ ഒരു ബുക്ക് നല്ലൊരു ഉയർച്ചയിലേക്ക് ഒക്കെ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം കൂടിയിട്ടാണ്. അപ്പോൾ അടുത്ത ആഴ്ച അടുത്തൊരു ഗസ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും
വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ ടു ചേതന FM 90.8. പറയൂ കേൾക്കാം കേട്ടുകൊണ്ടിരിക്കാം.